ഹായ്, അയലത്തെ മലയാളിയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇതുപോലെയുള്ള പുത്തൻ വാർത്തകളും അപ്ഡേറ്റ്സും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഇനി തുടർച്ചയായിട്ടുണ്ടായിരിക്കുന്നതാണ് എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ആദ്യമേ തന്നെ ബിഗ് ബോസ് ടീമിനും ഏഷ്യാനെറ്റിനും വലിയ അഭിനന്ദനങ്ങൾ. അതായത് ഈ ഒരു വർഷം, ഈ ഒരു സീസണിലാണ് PR എന്ന വിഷയത്തെക്കുറിച്ച് വളരെ ധൈര്യപൂർവ്വം അവർ തെളിവുകൾ സഹിതം പുറത്തേക്ക് കൊണ്ടുവന്നു. അതായത് മത്സരാർത്ഥികളുടെ നാവിൽ നിന്ന് വീഴുന്ന ഓരോ PRനെ കുറിച്ച് തെളിവുകൾ പ്രേക്ഷകർക്ക് ഇട്ടുകൊടുത്തത് അത് ഏഷ്യാനെറ്റാണ്, ബിഗ് ബോസ് ആണ്. കാരണം അവർക്ക് ഈ ഷോ വളരെ നന്നായിട്ട് നീതിപൂർവം നടത്തണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. എന്താണ് PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് റിലേഷൻസ്. നമ്മളെ മറ്റുള്ള മുന്നിൽ നന്നായി കാണിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ നമ്മൾ ഏൽപ്പിക്കുകയാണ്. അത് ഏഷ്യാനെറ്റിനും വലിയ സിനിമാ നടന്മാർക്കും ഈ ബിഗ് ബോസിലൊക്കെ വരുന്ന എല്ലാവർക്കും ഉണ്ട്. അങ്ങനത്തെയുള്ള PR ഇല്ലാതെ നിലനിൽക്കുവാനായിട്ട് ഒരു കോർപ്പറേറ്റുകൾക്കോ ഒരു കലാകാരനോ ഒന്നും സാധിക്കുകയില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങളോ ചീത്ത കാര്യങ്ങളോ പുറത്തേക്ക് കാണിക്കുക എന്നുള്ളതാണ് PRന്റെ ഉത്തരവാദിത്വം. അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ബിഗ് ബോസിൽ പ്രത്യേകിച്ച് ഈ 6-7 സീസണുകളിൽ PRകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് ആദ്യം തന്നെ ബിഗ് ബോസ് 5 ഒരു പുതിയൊരു PR വരികയാണ്. അഖിൽ കോട്ടാത്തലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിനു PR ആയിട്ട് വരികയാണ്. അദ്ദേഹം അഖിലിൻ്റെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് അങ്ങനെ അഖിലിന് നല്ല ജനപിന്തുണയുണ്ട്. പിന്നെ അഖിലിൻ്റെ നല്ല കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് PR വർക്ക് ചെയ്തു, അങ്ങനെ വിജയിച്ചു. കഴിഞ്ഞ വർഷം ജിൻഡോ ഇതേ PRനെ സമീപിച്ച് തനിക്ക് വേണ്ടി PRന് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും അതിന് വേണ്ട ഒരു ചെറിയൊരു തുക ഏൽപ്പിക്കുകയും ചെയ്തത് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ്. കപ്പ് കഴിഞ്ഞപ്പോൾ ജിൻഡോ നേരെ തൻ്റെ PR ആയിരിക്കുന്ന ഈ വിനുവിനെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് അത് ആഘോഷിക്കുക പോലും ചെയ്യുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷം മുതലുണ്ടായ ഒരു പ്രവണത ഈ PR അടുത്ത ലെവലിലേക്ക് മാറുകയാണ്. അതായത് സ്വന്തം ആരെ ആണോ താൻ ഉയർത്തി കാണിക്കുന്നത് മാത്രമല്ല, എതിരാളികളെ മോശമായിട്ട് ചിത്രീകരിക്കുക. അവരുടെ ഫാമിലി, അവരുടെ പഴയകാല ജീവിതം, എന്തെങ്കിലും ചെറിയ തെറ്റുകൾ, അത് എത്ര വൃത്തികെട്ടതായിക്കോട്ടെ അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക. അവരെ താറുമാറാക്കുക. അവരുടെ കുടുംബത്തെ, അവരുടെ വ്യക്തിജീവിതത്തെ എല്ലാം താറുമാറാക്കിക്കൊണ്ട് സ്വന്തം പാർട്ടി വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒന്നാമത്തെ തന്ത്രം. രണ്ടാമത്തെ കാര്യമാണ് അതിലും ഭീകരമായിട്ടുള്ളത്. അതിൻ്റെ പേരാണ് ബോട്ട് വോട്ടിംഗ്. അതായത് ഒരു സിസ്റ്റത്തിൽ നിന്ന് പല പ്രാവശ്യം ലോഗിൻ ചെയ്ത്, പല പ്രാവശ്യം ഹോട്ട്സ്റ്റാർ ലോഗിൻ ചെയ്ത് ഒരു കമ്പ്യൂട്ടർ ടെക്കിയുടെ സഹായത്തോടു കൂടി അങ്ങനെ ചെയ്ത് വോട്ട് ചെയ്യുക, കള്ളവോട്ട് ചെയ്യുക എന്ന് പച്ച മലയാളത്തിൽ പറയും. അതിന് പറയുന്ന പേരാണ് ബോട്ട് വോട്ടിംഗ്. അതായത് നമുക്കറിയാം, ഒന്ന് ലോഗിൻ ചെയ്യുന്നു, വോട്ട് ചെയ്യുന്നു, ലോഗൗട്ട് ചെയ്യുന്നു. അപ്പോൾ പലതരത്തിലുള്ള ഈ ലോഗിൻ ഇതിന് സംഭാവന കിട്ടുന്നത് എങ്ങനെയാണ്? അത് ഇപ്പം നിങ്ങൾക്ക് ഒരു ഹോട്ട്സ്റ്റാർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുന്ന OTP ഇവർ സ്വന്തമാക്കുകയും അങ്ങനെ ലോഗിൻ ഏറ്റെടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇവരുടെ ഒരു പ്രവർത്തന രീതി. മൂന്നാമത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന്, മറ്റുള്ള വ്യക്തികളിൽ നിന്ന് വോട്ട് മേടിക്കുക. അതായത് അതൊരു ഇൻഡസ്ട്രിയാണ്. അത് തമിഴിലുണ്ട്, ഹിന്ദിയിലുണ്ട്, മറ്റ് പല ഭാഷകളിലുണ്ട്, തെലുങ്കിലുണ്ട്. ഇവിടെയൊക്കെ വോട്ടുകളുമായിട്ടിരിക്കുന്ന ഒത്തിരിയേറെ PRകളുണ്ട്, വോട്ട് മാത്രം ചെയ്യുന്നത്. അവർക്ക് കാശ് കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ശൈത്യയുടെ കേസിൽ വെറും 1.5 ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് ബിൻസിനെ പുറത്താക്കുകയും ശൈത്യ അവിടെ നിലനിൽക്കുകയും ചെയ്തു. 1.5 ലക്ഷം രൂപ ഒരു പ്രാവശ്യം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വോട്ട് മേടിച്ചതാണ്. അത് അവർ വ്യക്തമായ വഴികൾ പറഞ്ഞു വന്നില്ല, എങ്കിലും അവർക്ക് മീഡിയയുടെ മുന്നിൽ പറയേണ്ടി വന്നു. വോട്ട് PRകൾ മേടിച്ച് യോഗ്യരായ മത്സരാർത്ഥികളെ എവിക്റ്റാക്കുകയും അയോഗ്യരായ മത്സരാർത്ഥികളെ നിർത്തുകയും ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മുഖ്യധാര ബിഗ് ബോസ് റിവ്യൂ ചാനലുകളെ വിലക്കെടുക്കുക.
എന്നിട്ട് തങ്ങളുടെ ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് അവരെ കൊണ്ട് സംസാരിപ്പിക്കുക. കാരണം നമ്മൾ ബിഗ് ബോസ് സീസൺ 1 മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലുകളാണ് സമ്മർ മീഡിയ, രാജേട്ടൻ, ഇവരൊക്കെ വളരെ നന്നായിട്ട് ജനങ്ങളുടെ പൾസ് അറിഞ്ഞുകൊണ്ടാണ് ഈ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ളവരെ വിലക്കെടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, അവരെ കൊണ്ട് ജനങ്ങളുടെ ഇഷ്ടമല്ല മറിച്ച് PR-കളുടെ ഇഷ്ടമനുസരിച്ച് ജനങ്ങളിലേക്ക് അവരുടെ സ്ഥാനാർത്ഥിയെ, അവരുടെ മത്സരാർത്ഥിയെ അടിച്ചേൽപ്പിക്കുക. കഴിഞ്ഞ വർഷം ജിൻഡോയുടെ കാര്യത്തിൽ സംഭവിച്ചത് അങ്ങനെയാണ്. എന്നിട്ട് അവസാനം ഇപ്പോൾ ഒരു വെളുപ്പിക്കൽ നടക്കുന്നുണ്ട്, ജിൻഡോ ജയിച്ചതുകൊണ്ടാണ്. കാരണം ഈ കള്ളത്തരം പുറത്തു വരരുത്. പക്ഷേ കള്ളത്തരം പുറത്തു വരണം, എല്ലാവരും അറിയണം. ഇങ്ങനെ ചാനലുകളെ വിലക്കെടുത്തുകൊണ്ടും കള്ള വോട്ടുകൾ ഇട്ടുകൊണ്ടും വോട്ടുകൾ വിലയ്ക്ക് മേടിച്ചുകൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുടുംബജീവിതവും മറ്റുള്ള മത്സരാർത്ഥികളുടെ ജീവിതം പൂർണ്ണമായിട്ട് നശിപ്പിച്ചുകൊണ്ടുമുള്ള ഒരു വിജയമല്ല. അങ്ങനൊരു വിജയം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഈ ഷോയുടെ തോൽവിയാണ്, ഇത് ഏഷ്യാനെറ്റിൻ്റെ തോൽവിയാണ്, അതിലുപരി ബിഗ് ബോസിൻ്റെ സത്യസന്ധരായിട്ടുള്ള പ്രേക്ഷകരുടെ തോൽവിയാണ്. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, ഇനി വരുന്ന സീസണുകളിലാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥിയെ നമ്മൾ സ്നേഹിക്കുക, സപ്പോർട്ട് ചെയ്യുക. അതല്ലാതെ റീൽസ് നോക്കിക്കൊണ്ട് മറ്റുള്ളവർ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ച് തന്നുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇങ്ങനെയുള്ളവർക്ക് വോട്ട് ചെയ്യരുത്. സ്വന്തം മത്സരാർത്ഥിയെ മാത്രം നമ്മൾ വിജയിപ്പിക്കണമെന്ന് അടുത്ത പ്രാവശ്യം മുതൽ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കും. അനീഷിൻ്റെ കാര്യമെടുത്തു കഴിഞ്ഞാൽ, അനീഷിനെ ഞാൻ എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്തത്? സിനിമാ ഫീൽഡിലുള്ള കൂട്ടുകാരില്ല, പുറത്തുനിന്ന് വന്ന് അയാൾക്ക് വേണ്ടി ഡ്രാമ കളിക്കാൻ ഒരാൾക്കാരുമില്ല, ക്യാമറ സ്പേസ് സ്പെഷ്യലായിട്ട് കിട്ടാനായിട്ട് യാതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നേടിയെടുക്കണം. അതുകൊണ്ട് തന്നെ അവസരം സ്വന്തമായിട്ട് അവസരമുണ്ടാക്കി വെട്ടി മുന്നേറണം. അങ്ങനെ ബിഗ് ബോസിൽ നിലകൊണ്ട ഒരു കോമൺ മാനാണ് അനീഷ്. അനീഷിനെ ഒരു വിന്നിംഗ് മെറ്റീരിയൽ ആക്കുന്നത് ഏറ്റവും പിന്നിൽ നിന്ന്, സീറോയിൽ നിന്ന് വന്ന ആദ്യത്തെ വ്യക്തിയാണ്. സീറോയിൽ നിന്ന് ഏറ്റവും മുൻവശത്തേക്ക് വന്നു. കപ്പുയർത്തിയാൽ അത് ജനങ്ങളുടെ, സാധാരണക്കാരുടെ വിജയമാണ്. ഇനി കപ്പുയർത്തുക ഇല്ല എന്നുള്ളത് പല ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിരിക്കും. പക്ഷെ വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ ഹാവ് വൺ തിങ് ടു സേ: don't underestimate the power of common man. Thank you so much for watching. Please subscribe my channel.